കാർഷിക കേരളത്തെ പച്ചപ്പിന്റെ നല്ല വഴികളിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങളുമായി നാട്ടുപച്ച വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ. ഏവർക്കും സ്വാഗതം. വേനൽക്കാലത്തിന്റെ കാഠിന്യത്തിനിടയിലും മധുരം ആസ്വദിക്കുന്നവരാണ് തേൻ കർഷകർ. തേൻ ഉൽപാദനത്തിന്റെ സമയമാണിപ്പോൾ. ചെറുതേൻ ഉൽപാദനത്തിൽ പുതുമകൾ പരീക്ഷിക്കുന്ന ഒരു കർഷകനെയാണ് ഇന്ന് ആദ്യം പരിചയപ്പെടുത്തുന്നത്. മുപ്പത്തിയെട്ട് വർഷമായി തേനീച്ചകളുടെ മൂളലാണ് സിബി അഗസ്റ്റിന്റെ പ്രിയ സംഗീതം. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ തേനീച്ച വളർത്തൽ വലുതായി വന്നു. സിബിയുടെ വരുമാനവും പ്രശസ്തിയും ഒപ്പം വലുതായി. MA പാസ്സായിട്ടും മറ്റൊരു ജോലിക്കും പോകാതെ തേനീച്ചകൾക്കൊപ്പം മൂളി നടന്നതും ഈ പ്രണയം കൊണ്ട് തന്നെ. ഒരു തേനീച്ച കർഷകൻ തേനീച്ച ഇങ്ങനൊരു വളർത്തി കഴിഞ്ഞാൽ പിന്നെ അവരെ ഒരിക്കലും തന്നെ ആ തേനീച്ച വളർത്തൽ ഉപേക്ഷിക്കുകയില്ല. കാരണം അത് ആ മനസ്സിൻ്റെ സംതൃപ്തി തന്നെയാണ് ഏറ്റവും വലിയ പ്രധാന കാര്യം. വരുമാനത്തെക്കാളും കൂടുതലാണ് ആ മനസ്സിൻ്റെ സംതൃപ്തി. പിന്നെ വരുമാനവും നല്ലപോലെ കിട്ടുന്ന ഒരു പ്രവൃത്തിയാണ്. ഇതിനെ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ തേനീച്ച വളർത്തുന്നവർക്ക് ഒരിക്കലും പരാജയം എന്ന് പറയുന്നത് ഇല്ല. ജീവിതത്തിൽ ഒരിക്കലും പിന്നെ പരാജയമില്ല. 2000 ചെറുതേനീച്ച പെട്ടികളും അത്ര തന്നെ വൻ തേനീച്ച പെട്ടികളും സ്വന്തമായുണ്ട്. ജനുവരി മുതൽ ഏപ്രിൽ വരെയാണ് തേനിന്റെ വിളവെടുപ്പ് കാലം. വേനൽ മഴ വന്നില്ലെങ്കിൽ സീസൺ നന്നായി എന്നർത്ഥം. കാലാവസ്ഥ അനുകൂലമായാൽ സിബിക്ക് 15000 കിലോ വരെ തേൻ കിട്ടും. മോശമായാൽ ഇത് 5000 കിലോയായി കുറയും. വൻ തേനിന് വില കിലോയ്ക്ക് 200-നടുത്ത്. ചെറുതേൻ ശരാശരി 600 കിലോ മുതൽ 700 കിലോ വരെ കിട്ടും. ചെറുതേനിന് കിലോയ്ക്ക് 1500-നടുത്ത് വിലയുണ്ട്. പൂട്ടുകുറ്റി പൂട്ടിരിക്കുക, അതുപോലെയാണ് തേനിരിക്കുന്നത്. കണ്ടോ എങ്ങനെയാന്ന്? അതിൻ്റെ ഏതാ മനോഹരമായ രീതിയിൽ അടുക്കി വെച്ചിരിക്കുക. കണ്ടോ, തിക്കി നിറച്ചിരിക്കുക ഇതിനകത്ത്. ഇതവിടെ കാണാമല്ലോ തേനിരിക്കുന്നത്. തേനീച്ച വളർത്തലിലെ പരിചയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ചെറുതേൻ ശേഖരിക്കാൻ പുതിയ തരം ഉപകരണം എന്ന ആശയം. 3 വർഷം മുമ്പ് അങ്ങനെ സിബി വികസിപ്പിച്ചതാണ് ഡാമർ ചെറുതേൻ എക്സ്ട്രാക്ടർ. തേനീച്ച കർഷകരുടെ അധ്വാനം ലഘൂകരിക്കുന്നതാണ് ഈ ഉപകരണത്തിന്റെ പ്രത്യേകത. സാധാരണ പഴയ രീതി അനുസരിച്ച് സ്റ്റീലരിപ്പ് വെച്ചോ അല്ലെങ്കിൽ തോർത്ത് കെട്ടിവെച്ചിട്ടോ, പാത്രത്തിന് വേണ്ട തോർത്ത് കെട്ടിവെച്ചിട്ടോ അതിനകത്തോട് തേൻ വെട്ടിയിടുന്ന ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു 3 തേനീച്ചക്കൂടിൻ്റെ തേൻ വെട്ടിയിട്ട് കഴിയുമ്പോൾ ആ തോർത്തങ്ങ് നിറയും, ആ പാത്രത്തിന് വേണ്ടത്തെ, അല്ലെങ്കിൽ സ്റ്റീലരിപ്പ് അങ്ങ് നിറയും. അങ്ങനെ വരുന്നതോടുകൂടി നമുക്ക് തേനെടുക്കുക ഒരു ദിവസം ഒരു 10 എണ്ണമൊക്കെ എടുത്ത് നിർത്തേണ്ടി വരും. തേനെടുക്കുക അവിടെ വെച്ച് ക്ലോസ് ചെയ്യേണ്ടി വരും. ഇതങ്ങനെയല്ല, ഒരു 50 എണ്ണത്തിൻ്റെ തേന ഒരു സമയത്ത് ഒന്നിച്ച് വെട്ടിയിടാൻ ഇതിനകത്ത് ഇടയുണ്ട്. UV ഷീറ്റിന്റെ കവറും സ്റ്റാൻഡിൽ ഉറപ്പിച്ച ട്രേയും ട്യൂബും അരിപ്പകളുമാണ് ഇതിലെ പ്രധാന ഭാഗങ്ങൾ. ട്യൂബ് ചെന്ന് ചേരുന്നത് തേൻ ശേഖരിക്കുന്ന കെറ്റിലിലും. വെയിലുള്ള സമയത്താണ് തേൻ ശേഖരിക്കേണ്ടത്. കൂടുകളിൽ നിന്ന് തേനിറകൾ എടുത്ത് ട്രേയിലേക്ക് മുറിച്ചിടുന്നു. മൂർച്ചയും വൃത്തിയുമുള്ള കത്തി പോലത്തെ സാധനങ്ങളാണ് ഇതിനുപയോഗിക്കുന്നത്. ഇത് സ്റ്റീലും അലുമിനിയവും മാത്രമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കൈ തൊടാതെ തേനെടുക്കാം നമുക്ക്. അതായത് തേനിനകത്ത് കൈ കൊണ്ട് തേൻ പിഴിയുവോ കൈയുമായിട്ടുള്ള സമ്പർക്കം, നേരിട്ടുള്ള സമ്പർക്കം തേനിൽ ഇല്ലാതെ നമുക്ക് തേനെടുക്കാൻ പറ്റും. അപ്പം തേൻ പഴുത്തു പോകാതിരിക്കും. അതുപോലെ തന്നെ കയ്യിലെ ഈസ്റ്റ് കോശങ്ങൾ തേനിൽ ലയിക്കാതിരിക്കും. അതുപോലെ തേനിന് ഗുണമേന്മ കൂടുതൽ കിട്ടുന്നു. ഇങ്ങനെ എടുക്കുന്ന തേന് നമുക്ക് ഒരു കിലോയ്ക്ക് 200 രൂപയോടെ കൂട്ടിക്കൊടുത്താൽ കൂടെ ആളുകൾ മേടിക്കും. കാരണം അത്രയും പ്യുവറാണ് ഈ തേനെന്ന് അവർക്ക് കാണാൻ സാധിക്കും. അരമണിക്കൂറിനുള്ളിൽ 95% തേനും വേർതിരിച്ചെടുക്കാൻ ഇതുവഴി കഴിയും. കെറ്റിൽ നിന്ന് ടാപ്പ് വഴി ആവശ്യം പോലെ തേനെടുക്കാൻ സൗകര്യമുണ്ട്. ചുവട്ടിൽ ചക്രങ്ങളുള്ള കാരണം ഇഷ്ടാനുസരണം എക്സ്ട്രാക്ടർ ഉരുട്ടിക്കൊണ്ടുപോകാനും കഴിയും. ക്ലീൻ ആയിട്ട് ഇങ്ങ് പോരും കംപ്ലീറ്റ്. ഇതിപ്പം ഒരു 10 മിനിറ്റ് കൂടെ കഴിയുന്നുള്ളൂ, മൊത്തം വീഴും, ഇങ്ങോട്ട് വീഴും മൊത്തം. ഒരു തുള്ളിയില്ലാതെ ഇനി മെഴുക് ശൂന്യമാവും. ഈച്ച വരാതെ UV ഷീറ്റ് ഇട്ട് മൂടാം. കണ്ടോ, ഈച്ചയുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാം. എക്സ്ട്രാക്ടർ ഉപയോഗത്തിലൂടെ 50%-ലേറെ തേൻ ശേഖരണം കൂട്ടാൻ കഴിയും. വൃത്തിയുള്ള തേനിന് ഔഷധ നിർമ്മാതാക്കളിൽ നിന്ന് ആവശ്യം കൂടുതലാണ്. 2500 രൂപയാണ് ഈ ഉപകരണത്തിന്റെ വില.
ഇങ്ങനെ എടുക്കുന്നു. ടാപ്പ് തുറന്ന് എടുത്താൽ മതി. ഡബിൾ ഫിൽറ്റർ ഉണ്ട്. ഇതൊരു അരിപ്പയാണ്. ഡബിൾ ഫിൽറ്റർ സ്റ്റീലിൻ്റെ അരിപ്പയാണ് വെച്ചിരിക്കുന്നത്. എല്ലാം വൃത്തിയുള്ളതും കൈതൊടാതെയും തേനെടുക്കുന്നു. ഇതാണ് സംവിധാനം. സിബിയുടെ പാടങ്ങളിൽ വൻതേനീച്ച കൂടുകളിൽ നിന്നുള്ള തേനെടുക്കൽ പൂർത്തിയായി കഴിഞ്ഞു. വൻതേനെടുക്കാനുള്ള എക്സ്ട്രാക്ടറും സ്വന്തമായുണ്ട്. മൊത്തം തേൻ വീണു. ഈ സമയം കൊണ്ട് കംപ്ലീറ്റ് ശൂന്യമായി. തേൻ ഒരു ഔഷധം എന്നതിൽ നിന്ന് മാറി ഭക്ഷണത്തിന്റെ ഭാഗമായിട്ടുണ്ട്. പ്രതിരോധശേഷിയും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്ന ആഹാര പദാർത്ഥമാണ് ഇന്ന് തേൻ. അതുകൊണ്ട് തന്നെ തേനിന് ആവശ്യക്കാർ അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്നു. ഉൽപാദനം കൂടിയാലും വില കുറയുന്ന പ്രശ്നമില്ല. ഒരു 2-3 വർഷം വളർത്തി വർഷത്തെ എല്ലാം ഒരു ശരാശരി എടുത്ത് കഴിയുമ്പോഴാണ് ഒരു വ്യക്തിക്ക് അതിൻ്റെ ലാഭത്തിനെ അറിയാൻ ഒക്കുള്ളൂ. അല്ലാതെ ഒരു വേനൽ മുറുകാതെ പോയി ആ വർഷമാണ് ഭാഗ്യക്കേടിന് തേനീച്ച വളർത്തൽ ആരംഭിച്ചതെങ്കിൽ അവൻ ആ വർഷം തന്നെ ഇത് നഷ്ടമാണ് ഇട്ടേച്ച് പോകുക എന്ന് പറഞ്ഞ് ആ മുടക്കിയ കാശെല്ലാം കളഞ്ഞേച്ച് പോയെന്ന് വരാം. പക്ഷേ ഒരു 2-3 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി അത് ഇട്ടേച്ച് പോകുന്നവരെ ഏർപ്പാടില്ല. സിബിയുടെ വീടിന്റെ പരിസരം മുഴുവൻ തേൻ പെട്ടികളാണ്. മറ്റുള്ളവരുടെ റബ്ബർ തോട്ടങ്ങളിലും അനുവാദം വാങ്ങി തേൻ കൂടുകൾ വയ്ക്കും. ഇരുമ്പ് സ്റ്റാൻഡ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഒരു സ്റ്റാൻഡിൽ 2 പെട്ടികൾ വച്ചുള്ള പരീക്ഷണവും നടത്തുന്നുണ്ട്. വൻതേനീച്ച കൂടുകൾ മാത്രമാണ് ഇടയ്ക്ക് തുറക്കേണ്ടതായി വരുന്നത്. ചെറുതേനീച്ച പെട്ടികൾ ഡിവിഷൻ ചെയ്യാനും തേനെടുക്കാനും മാത്രം തുറന്നാൽ മതി. അടിയിൽ ചെറുതേനീച്ച പെട്ടി വയ്ക്കുകയാണെങ്കിൽ സൗകര്യമാണ്. സ്ഥലസൗകര്യമാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഒരു മോഡൽ മതി, മൊത്തം ഇത് അടച്ചു വെക്കാൻ ഇത് മതി, സ്റ്റാൻഡ് ഒന്ന് മതി. അങ്ങനെയുള്ള സ്ഥലസൗകര്യവും ഇതിന് അത്രയും കൂടെ എളുപ്പമാണ് നമുക്ക് എന്നുള്ളതാണ്. അപ്പം 200 സ്റ്റാൻഡിൻ്റെ ആവശ്യമില്ല. 200 തേനീച്ചക്കൂട് വളർത്താൻ 100 സ്റ്റാൻഡിൻ്റെ ആവശ്യമുള്ളൂ. ഇങ്ങനെ രണ്ടായിട്ട് 2 തേനീച്ചക്കൂടുകൾ ഒരു സ്റ്റാൻഡെ വളർത്തുമ്പോൾ. മുതൽ മുടക്ക് പരമാവധി കുറച്ചു വേണം ഈ രംഗത്ത് വരേണ്ടതെന്ന് സിബി ഉപദേശിക്കും. ആദ്യം തന്നെ കൂടുതൽ എണ്ണം പെട്ടികൾ വെച്ച് തുടങ്ങരുതെന്നും സ്റ്റാൻഡ്, പെട്ടി എന്നിവയ്ക്ക് ഒരുപാട് തുക കളയരുതെന്നും അദ്ദേഹം പറയുന്നു. നിസാരമായിട്ടൊരു 150 രൂപയ്ക്ക് ഒരു വലിയ ഒരു ഇരുമ്പ് സ്റ്റാൻഡ് ഉണ്ടാക്കത്തക്ക രീതിയിൽ അത് 35 വർഷം വരെ ഒരു സ്റ്റാൻഡ് കിടക്കും. അതിന് ഏറ്റവും കൂടിയ 150 രൂപ കൂടുതൽ മുടക്ക് വരികയില്ല. അങ്ങനെ നമ്മൾ മുതൽ മുടക്ക് കുറഞ്ഞ രീതിയിൽ വൻ വരുമാനം കിട്ടത്തക്ക രീതിയിലാണ് ഞാൻ തേനീച്ചക്കൂട് വളർത്തുന്നത്. അതുപോലെ പെട്ടിയായാലും ഒരു പെട്ടിക്ക് ഏതാണ്ട് ഒരു 450 രൂപ കൂടാത്ത രീതിയിലുള്ള കാലിപ്പെട്ടി മേടിച്ച്, എന്നാൽ തേനീച്ച വളർത്താൻ നല്ല സൗകര്യമുള്ള പെട്ടികൾ ഇപ്പം മാർക്കറ്റിൽ കിട്ടാനുണ്ട്. അങ്ങനെ ആ തേനീച്ചപ്പെട്ടികളാണ് ഞാൻ സാധാരണ വളർത്താറുള്ളത്. പുതുതായി തേനീച്ച കൃഷിയിലേക്ക് കർഷകരെ സ്വീകരിക്കാൻ സിബിക്ക് വലിയ താൽപര്യമാണ്. തേനീച്ച വളർത്തൽ പരിശീലന പരിപാടികളിൽ തിളങ്ങുന്ന താരമാണ് സിബി. ഈ രംഗത്തേക്ക് വരാൻ താൽപര്യപ്പെടുന്നവർക്ക് എല്ലാ പ്രോത്സാഹനവും നൽകാൻ സിബി തയ്യാറാണ്. വയനാട്ടിൽ നിന്നൊക്കെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി വരെ ഈ തേനീച്ച വളർത്തലിലേക്ക് ഫോൺ വഴി തന്നെ തേനീച്ച വളർത്തുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ആളല്ല, എന്നെ കണ്ടിട്ടുള്ള ആളല്ല, പക്ഷേ ഫോൺ വഴി തേനീച്ചയെ പിടിച്ച് വളർത്തുന്നുണ്ട്. ചോദിച്ച് എങ്ങനെ പിടിച്ച് വളർത്താം എന്ന് ചോദിച്ചു. അവരുടെ ഇൻട്രസ്റ്റ് കണ്ടുകൊണ്ട് ഞാൻ ഇത് മുഴുവൻ പറഞ്ഞു കൊടുത്തു. ഇന്നപോലെ പിടിച്ച് വളർത്താമെന്ന് പറഞ്ഞ് അതനുസരിച്ച് വളർത്തുന്നവരുണ്ട്. സീസൺ കഴിഞ്ഞാൽ വൻതേനീച്ച പെട്ടികളുടെ എണ്ണം 16-1 കുറയ്ക്കും. പിന്നീടത് 16 ഇരട്ടിയായി കൂട്ടാനും സിബിക്കറിയാം. ഒരു പെട്ടിയെ 16 പെരുക്കുന്ന രീതിയാണ് ഇദ്ദേഹത്തിന്റെ പരിശീലന പരിപാടികളിൽ ഏറ്റവും ആകർഷകം. ഇതുപോലെ 2 എറിയിൽ 1.5 വട്ടുള്ള 2 എറിയിലിട്ട് പിരിച്ചു മാറ്റി വെച്ചാൽ നമുക്ക് സുഖമായിട്ട് 16 തേനീച്ചക്കൂട് വരെ ആക്കി, ഒരു കൂടിനെ 16 കൂട് ഒരു വർഷം കൊണ്ടാക്കി 16 ഇരട്ടി ഈച്ചയാക്കി എടുക്കാൻ സാധിക്കും. അതാണ് അങ്ങനെ ഉള്ള ഒരു സമയത്ത് തന്നെ നമുക്ക് വേണേൽ ഇതിനകത്ത് 6 ഫീമെയിലും മുട്ടയാണെങ്കിൽ 3 കൂടായിട്ട് അതിനെ വേണേൽ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും ഒരു സമയത്ത് തന്നെ. പിന്നെ ഒരെണ്ണം ഡിവൈഡ് ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഡിവൈഡ് ചെയ്യാം. മറ്റേ മുട്ടകളൊക്കെ മൂത്ത് വരുമ്പോഴത്തേനും വീണ്ടും ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ആഴ്ചയിൽ 1 വേണേലും ഡിവൈഡ് ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് ഈ വൻതേനീച്ചയുടെ നമുക്ക് പറ്റുന്നതാണത്. സീസൺ കഴിഞ്ഞാൽ തേൻ മുഴുവൻ ഇത്തരത്തിലുള്ള വലിയ സംഭരണികളിൽ സൂക്ഷിച്ചു വയ്ക്കും. വർഷം മുഴുവൻ വിറ്റുകൊണ്ടാണ് കർഷകൻ ആദായം കണ്ടെത്തേണ്ടത്. തേൻ വിൽപ്പന കൂടാതെ വരുമാനം കൊണ്ടുവരുന്ന വഴിയാണ് ഡിവിഷൻ. തേൻ ഉൽപാദന കാലത്ത് 1200 രൂപ വരെ ഒരു പെട്ടിക്ക് വിലയുണ്ടാകും. ഓഫ് സീസണിൽ 700 രൂപയും. തേനീച്ച കൃഷിക്ക് ഒരു കൊല്ലത്തേക്കുള്ള കലണ്ടർ മനസ്സിൽ വച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. മഴക്കാലത്ത് രോഗബാധയുണ്ടാകാതെ സൂക്ഷിക്കണം. മെഴുകുപുഴുവിന്റെ ആക്രമണം ചെറുക്കാൻ സിബിയുടെ പ്രത്യേക പൊടിക്കൈയുണ്ട്. സൾഫർ കൂടി ലേശം അടിപ്പലകൾ ആഴ്ചയിൽ 1 വെതറുക. ഇങ്ങനെ ഈ രോഗം കണ്ടാലുടൻ അതാണ് പറഞ്ഞു കൊടുക്കുന്ന ഏക പോംവഴി. ഈ ഒറ്റ ഒരു മരുന്നുണ്ടെങ്കിൽ വേറെ ഒരു മരുന്നും മേടിക്കേണ്ട ആവശ്യമില്ല.
തേനീച്ച സിബിക്ക് വെറുമൊരു പ്രാണി മാത്രമല്ല, അതിനപ്പുറത്തുള്ള ആത്മബന്ധമാണ് തേനീച്ചയുമായി ഇദ്ദേഹത്തിന്. അതുകൊണ്ടാണ് ഈ വിജയം കൈവരിക്കാൻ കഴിഞ്ഞതും നിരവധി അംഗീകാരങ്ങൾ തേടി വന്നത്. ഞാനിങ്ങനെ ഒരിക്കൽ ഒരു കുന്നലാശുപത്രി വരെ ഒരു രോഗിയെ കൊണ്ട് പോയതാണ്. വണ്ടിക്ക് ചുറ്റും തേനീച്ച അങ്ങോട്ട് പൊതിഞ്ഞു. ഒരു ജീപ്പായിരുന്നു, ആ ജീപ്പിന് ചുറ്റും അങ്ങോട്ട് തേനീച്ച പൊതിഞ്ഞു. ഞാൻ അപ്പാപ്പനോട് പറഞ്ഞു, ആ ചേട്ടനോട് പറഞ്ഞു, ഇങ്ങനെ ഈ ആ കുന്നലാശുപത്രിയുടെ ചുറ്റും മരുതി തളുത്ത് നിൽപ്പുണ്ട്, പൂത്ത് തളുത്ത് നിൽപ്പുണ്ട്. അതേ തേനെടുക്കാൻ വന്ന തേനീച്ച എന്നെ കണ്ടുകൊണ്ട് മണം കൊണ്ട് ഓടി വന്നതാണ്. അങ്ങനെ അതുപോലെ സ്നേഹമുള്ള ഒരു സംഗതിയും കൂടിയാണ് ഈ തേനീച്ച. ഉടമസ്ഥനെ അറിയാം, എവിടെ വെച്ച് കണ്ടാലും നമ്മളൊന്ന് വട്ടം ഇട്ട് പറന്ന് നോക്കിയേച്ചേ അത് പോവുള്ളൂ. അതാണ് ഈ തേനീച്ചയുടെ സ്നേഹം. കഠിനാധ്വാനികളാണ് തേനീച്ചകൾ. അവരിൽ നിന്ന് സിബി പഠിച്ചതും അധ്വാനത്തിന്റെ വിലയാണ്. അദ്ദേഹത്തെ മുന്നിലേക്ക് നയിക്കുന്നതും അതുതന്നെ. സിബി അഗസ്റ്റിനുമായി നേരിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നവർ വിലാസം ശ്രദ്ധിക്കുക. സിബി അഗസ്റ്റിൻ, പാറക്കൽ, തമ്മനക്കാട് PO, കോട്ടയം. ഫോൺ നമ്പർ 8547121939. നമ്പർ ഒരിക്കൽ കൂടി 8547121939.